തമിഴ്നാട്ടിലേക്കൊന്ന് പോകണം ക്രിസ്റ്റീന. നമുക്കറിയാം അവിടെ കാലാവസ്ഥ പ്രതികൂലമായി മാറുന്നുണ്ട്. ഒരു കൊടുങ്കാറ്റിന്റെയൊക്കെ ചുഴലിക്കാറ്റിന്റെയൊക്കെ തന്നെ സാധ്യതകൾ അവിടെ തള്ളിക്കളയാൻ പറ്റില്ല. ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് അല്ലെ മറ്റന്നാളോടെ തമിഴ്നാട് തീരം തൊടും. അതിന് എത്രമാത്രം ശക്തി ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല. അതൊക്കെ വരും മണിക്കൂറുകളിലായിരിക്കും അറിയാൻ കഴിയുക. അതിന് ശക്തി പ്രാപിച്ചു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് അതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. റഹീസ്, വെരി 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 ഗുഡ് മോർണിംഗ്. ഒരു ഫെൻജാൽ ഇമ്പാക്ട് വരാനുള്ള സമയമായി. തമിഴ്നാട് എത്രത്തോളം സജ്ജമാണ്? തമിഴ്നാട്ടുകാർക്ക് ഇന്നത്തെ ദിവസം നൽകിയിരിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ആ ഒരു ഇമ്പാക്ട് കേരളത്തിലേക്ക് കൂടെ വരാനൊരു സാധ്യതയുണ്ടോ? ക്രിസ്റ്റീന, പ്രജിൻ, വെരി 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 ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ ഫിഞ്ചൽ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഇന്നലെ രാത്രിയോടുകൂടി പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഇത് 30-ാം തീയതി മറ്റന്നാളോടുകൂടിയൊക്കെ തമിഴ്നാട് തീരം തൊടുള്ളൂ എന്നുള്ളൊരു നിഗമനത്തിലാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ ഉള്ളത്. അത് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമായാലും ഒപ്പം തന്നെ ചെന്നൈ RMC ആയാലും ഒക്കെ മറ്റന്നാൾ രാവിലെയോട് കൂടിയാകും ഫെഞ്ചാൽ ചുഴലിക്കാറ്റ് തമിഴ്നാട് തൊടുക എന്നുള്ളൊരു വിവരമാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ അതിതീവ്ര ന്യൂനമർദ്ദം, ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ടിരിക്കുന്ന അതിതീവ്ര ന്യൂനമർദ്ദം, അത് ഫെഞ്ചാൽ ചുഴലിക്കാറ്റായി മാറും എന്നുള്ളൊരു നിഗമനത്തിലാണ് അവരുള്ളത്. ഇതിന് ചില കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ഫെഞ്ചാൽ ചുഴലിക്കാറ്റ് അത് അല്ലെങ്കിൽ ആ ന്യൂനമർദ്ദം എത്ര കണ്ട് ശക്തിപ്പെടുന്നുണ്ട്, എപ്പോഴാണ് ചുഴലിക്കാറ്റായി മാറുക എന്ന് കണ്ടെത്താൻ ചില പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് എന്നുകൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും മനസ്സിലാകുന്നുണ്ട്. എന്തായാലും തമിഴ്നാട്ടിലെ ഒറ്റപ്പെട്ട ജില്ലകളിൽ ശക്തമായ മഴ തുടരും. 4 ജില്ലകളിലാണ് ഇന്ന് റെഡ് അലേർട്ട് ഉള്ളത്. നാഗപട്ടണം, മയിലാടുതുറൈ, തിരുവാരൂർ, കടലൂർ ജില്ലകളിലാണ് റെഡ് അലേർട്ട്. ഒപ്പം തന്നെ 6 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെയൊക്കെ ഈ നാഗപട്ടണത്തും മയിലാടുതുറയുമാണ് ശക്തമായിട്ടുള്ള മഴ പെയ്തിട്ടുള്ളത്. ഇവിടെ മഴയുണ്ട്, ഒപ്പം തന്നെ കടൽക്ഷോഭം ശക്തമാണ്. ഏറ്റവും എടുത്തു പറയേണ്ടത് വ്യാപക കൃഷിനാശമാണ് തമിഴ്നാട്ടിൽ ഉണ്ടായിരിക്കുന്നത്. ഈ മഴ അതിശക്തമായതോടുകൂടെ ഏക്കറുകളോളം, അതായത് ഏതാണ്ട് 2000 ഏക്കർ തിരുവാരൂർ തന്നെ കൃഷിഭൂമിയിൽ വെള്ളം കയറി കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒപ്പം മറ്റു പ്രദേശങ്ങളിലുമൊക്കെ വെള്ളം കയറി കൃഷി നശിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. പിന്നീട് കടൽക്ഷോഭമാണ്. കടൽക്ഷോഭം അതിരൂക്ഷമാണ്. കഴിഞ്ഞ 3-4 ദിവസമായി മത്സ്യത്തൊഴിലാളികൾക്കൊന്നും മീൻ പിടിക്കാൻ പോകാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ട്. ഒപ്പം ചില വീടുകൾക്കൊക്കെ കേടുപാടുകൾ വരുന്നു. ഇന്നലെ പാമ്പനിൽ ഒരു വീട് പൂർണ്ണമായും തകർന്നിരുന്നു. അങ്ങനെ ചില നാശനഷ്ടങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ ഫെഞ്ചാൽ ചുഴലിക്കാറ്റ് എന്നുള്ളതിനെ ഇപ്പോൾ ദുരന്ത പ്രതികരണ പ്രവർത്തനങ്ങളൊക്കെ സജ്ജമാണിപ്പോൾ. നേരത്തെ തന്നെ ദുരന്തം മുൻകൂട്ടി അറിഞ്ഞ് അതിന് തയ്യാറെടുക്കാനുള്ള ആധുനിക കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തമിഴ്നാട്ടിൽ ഇന്ന് നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഈ പറയുന്നത് പോലെയുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. നാശങ്ങളൊക്കെ മാറി പോട്ടെ അല്ലേ? അതെ.